ചങ്ങടി മുള കാണിച്ചേ മുളനാഴി മുളനാഴി മനോഹരമാണ്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് 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 വർഷങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ബാബു സുജിത്താണ്. അന്നേരം പുതിയൊരു കാഴ്ചയെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്റെ കയ്യിരിക്കുന്നുണ്ട്. നിങ്ങൾ ന്യൂ ജനറേഷൻ സുഹൃത്തുക്കളെ വിചാരിക്കും ഇത് മൈക്കാണെന്ന്. പക്ഷെ ഇത് മൈക്കല്ല. കണ്ടോ, ഇതാണ് നമ്മുടെ പെരുന്തച്ഛനൊക്കെ ഉള്ള കാലത്ത് പണിഞ്ഞിരുന്ന കയ്യിലൊക്കെ ഇവിടെയൊക്കെ ഉപയോഗിച്ചിരുന്ന കലപ്പ. ഇതുപോലുള്ള വ്യത്യസ്തമായ കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ് വന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ശ്രീമാനേട്ടാ, എന്താണ് കയ്യിരിക്കുന്നത്? എന്താണ് ശ്രീമാനേട്ടാ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് 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 വർഷങ്ങൾ. അതായത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുള്ള കാലത്ത്, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചങ്ങടിയാണ്. നമ്മൾ ഇതിന്റെ മോഡലാണ് ഓരോ വീടുകളിൽ പോയി സിമെന്റിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഭയങ്കര പെരുന്തച്ഛന്റെ ഒക്കെ കാലത്തുള്ള, ഇതിനകത്ത് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഫിനിഷിംഗ് എന്താണ്. കാരണം മെഷീൻ ഒന്നും ഉണ്ടാവുന്നതിന്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്രയും മനോഹരമായ രീതിയിലൊരു ചങ്ങഴിയൊക്കെ പണിയാന്ന് പറഞ്ഞാൽ തടിയിൽ കുത്തിയെടുക്കുന്നതാണ്. അതായത് വേറെ ജോയിന്റുകളൊന്നുമില്ല. അപ്പൊ ഇത് പുരാവസ്തു വകുപ്പിൽ വിടാവുന്ന സാധനങ്ങളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നുള്ള ഉറപ്പാണ്. അതുപോലെ ഇതാണ് നാഴി, അന്ന് ഉപയോഗിച്ചിരുന്ന നാഴിയാണ്, മുളയാണ്. അതെ, ഇത് പോളിഷ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൗതുകപരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പണ്ട് നമ്മൾ ഈ തൈരൊക്കെ ഉടയ്ക്കുന്നത് തടിയിൽ തീർത്തിരിക്കുക. അപ്പൊ ജോയിന്റുകൾ ഇല്ലാത്തതാണെന്നാണ് പ്രത്യേകത. ഇപ്പൊ ഇതൊന്നും എങ്ങും കാണാനേ ഇല്ല. ആവശ്യമുള്ളവരുണ്ട്, ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ പണ്ടത്തെ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇപ്പൊ കൊട്ടാരക്കരയിൽ പെരുന്തച്ഛൻ പണി കഴിപ്പിച്ച ഒരു വീടിന്റെ, അദ്ദേഹം ആദ്യമായിട്ട് വന്ന വീടിന്റെ പെയിന്റിങ് ഞാനായിരുന്നു. നമ്മൾ അതിന്റെ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നും കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കളക്ട് ചെയ്താലൊന്ന് ആലോചിക്കാനും. അതാണ് ഇപ്പം മനോഹരമായ കാഴ്ചയാണ് സുഹൃത്തുക്കൾ നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ശ്രീമാനട്ടം പറഞ്ഞ കണക്ക് പെരുന്തച്ഛനൊക്കെ പണിഞ്ഞാല് അതെ അതെ ഈട്ടിയിലും മറ്റുമൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ ഫിനിഷിംഗ്. കണ്ടോ ഫിനിഷിംഗ് ഫിനിഷിംഗ് ആണെന്ന് നോക്കെ. അത്രേ മനോഹരമാണിത്. അതെ, മുള ചങ്ങടി മുള ഇങ്ങനെ കാണിച്ചേ. മുളനാഴി മുളനാഴി മനോഹരമാണ്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ കാരണം അത് വെക്കാൻ പറ്റുന്ന സംഭവമാണ്. കൊട്ടാരക്കരയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. അതാണ് കൊട്ടാരക്കരയിലാണ് പെരുന്തച്ഛൻ വന്ന ഗണപതിയമ്പലം പണിയുന്നതിന് മുമ്പ് ഒക്കെ ഇവിടെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ ഒരു കരവിരുതിലോ അത് ഉണ്ടാവാൻ 100%. പുരാതന കാലത്തെ ഒരു അത്യപൂർവമായ കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചത്. അതേപോലെ തന്നെ ഇനിയും ഇതേപോലെ മനോഹരമായ കാഴ്ചകളായി നിങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഓണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിങ്ങമാസത്തിന്റെ ചിലമ്പിലെ ഒരു സുന്ദര മനോഹരമായ കേരളത്തിൽ വീണ്ടും ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അത് തന്നെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം.